എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഏതായിരുന്നു ആവറേജ് ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എങ്ങനെയാണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത്? മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. അതാണ് ഏത് പറയുന്നത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക താപാന്തരം. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പം ദൈനിക ശരാശരി താപനില നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ്. എന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ? വാട്ട് ഈസ് എ മാക്സിമം മിനിമം തെർമോമീറ്റർ? തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് തെർമോമീറ്റർ. തെർമോമീറ്റർ എന്താണ്? നമ്മുടെ ഊഷ്മാവ് എന്താണ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് എന്ന് പറയുന്നത് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ് അല്ലേ? ഈ ടെമ്പറേച്ചറിന്റെ വേരിയൻസ് അത് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്? ഇത് മെർക്കുറി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മാക്സിമം മിനിമം തെർമോമീറ്റർ? This is the instrument for measuring the maximum and minimum temperature in a day. ഒരു ദിവസത്തിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും കുറഞ്ഞതുമായ ഊഷ്മാവ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ് എന്ന് പറയുന്നത് മാക്സിമം. അപ്പോൾ ഒരു ദിവസം ഉള്ള മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, ഒരു ദിവസമുള്ള മിനിമം ടെമ്പറേച്ചർ എത്രയാണ് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മാക്സിമം മെഷർ ചെയ്യണമെങ്കിൽ അതിനൊരു ഇൻസ്ട്രുമെന്റ് വേണം അല്ലേ? മിനിമം മെഷർ ചെയ്യണമെങ്കിൽ അതിനൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നാലായിരിക്കും എന്താണെന്ന് പറയുന്നത് ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ ആയിട്ട് മാറുന്നത്. സോ ഹിയർ the two thermometers are connected using a U-shaped glass tube. തന്നല്ലോ യു ആകൃതിയിലുള്ള എന്താണ് ഒരു ഗ്ലാസ് ട്യൂബിനാൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുന്ന രണ്ട് തെർമോമീറ്ററുകളാണ് എന്ന് പറയുന്നത് മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ രണ്ട് തെർമോമീറ്ററുകളാണ്. പക്ഷേ അതിനെ എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഏതിനെയൊക്കെ? മാക്സിമം തെർമോമീറ്ററിനെയും മിനിമം തെർമോമീറ്റർ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു. ഹിയർ ദ ടു തെർമോമീറ്റേഴ്സ് ആർ കണക്റ്റഡ് യൂസിങ് യു ഷേപ്ഡ് ഗ്ലാസ്. തന്നെയല്ലോ. അപ്പം അതിനൊരു പ്രത്യേകത ഉണ്ട്. ആ ഗ്ലാസ് ഷേപ്പ് ആയിട്ടുള്ള അല്ല, അതിൻ്റെ ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ യു ഷേപ്പാണ്. തന്നെയല്ലോ. ദ മെർക്കുറി ഫിൽഡ് ഇൻ ദ മാക്സിമം തെർമോമീറ്റർ. അപ്പം നോക്കുക, ഒരെണ്ണത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് മെർക്കുറിയാണ്, അടുത്ത തെർമോമീറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ആൽക്കഹോളാണ്. അപ്പം രണ്ട് ഡിഫറെൻ്റ് ഐറ്റംസ് ആണ് ഓരോ എന്താണ് തെർമോമീറ്ററിലും ഫില്ല് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഏതിൽ ആദ്യത്തെ ഏതാണ് നമ്മൾ പറയുന്നത്? മാക്സിമം തെർമോമീറ്റർ. മാക്സിമം തെർമോമീറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ്. തന്നല്ലോ. The mercury filled in the maximum thermometer expands with the rise in temperature. അപ്പോൾ ഊഷ്മാവ് എന്താണ് വർദ്ധിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കൂടുന്നതനുസരിച്ച് മാക്സിമം തെർമോമീറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്ന മെർക്കുറി എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. ആൻഡ് പുഷസ് അപ്പ് ദ മെറ്റൽ ഇൻഡിക്കേറ്റർ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഇൻഡിക്കേറ്ററിലെ എന്താണ് ആ മെഷർ എന്ത് ചെയ്യുന്നു? പുഷപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ ഉയർത്തി എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദ ഇൻഡിക്കേറ്റർ റിമെയിൻസ് അറ്റ് ദ പൊസിഷൻ ഷോയിങ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. അപ്പോൾ അത് നേരെ ഉയർന്ന് ആ ദിവസത്തിൻ്റെ ഏറ്റവും ഉയർന്ന താപനിലയിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. പിന്നീട് ഇനി താഴോട്ട് വരത്തില്ല. അത് എത്രയാണോ പരമാവധി ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ എത്രയാണോ അവിടെ വന്ന് എന്ത് ചെയ്യും? ഈ മെർക്കുറി ആ ഇൻഡിക്കേറ്ററിൽ വന്ന് ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ദ ഇൻഡിക്കേറ്റർ റിമെയിൻസ് അറ്റ് ദ പൊസിഷൻ ഷോയിങ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ.
ദസ് ദ മാക്സിമം ടെമ്പറേച്ചർ ക്യാൻ ബി റീഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് എ ഡേ. കാരണം എന്താണ്, ആ ഒരു മാക്സിമം ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരികയോ മുകളിലേക്ക് പോവുകയോ ചെയ്യില്ല. ആ ഒരു ലെവലിൽ ഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വന്ന് നോക്കിയാൽ എന്ത് ഐഡന്റിഫൈ ചെയ്യാം, ആ ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണ്, മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിന് വേറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടായാലും പക്ഷേ എന്ത് ചെയ്യത്തില്ല, ഇതിൻ്റെ ആ ഒരു ലെവല് പർട്ടിക്കുലർ ലെവല് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. മാക്സിമം എത്രയിലാണോ വന്നത് ആ മാക്സിമം ലെവലിൽ ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആരുടെ പ്രത്യേകത, അത് മാക്സിമം ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് മാക്സിമം തെർമോമീറ്റർ അത് റീഡ് ചെയ്യുന്നു. The minimum thermometer has alcohol filled above the indicator. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ എന്ത് ഫില്ല് ചെയ്തിരിക്കുകയാണ്, ആൽക്കഹോളാണ് ഏതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്, മിനിമം തെർമോമീറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ട്, ആ ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ എന്താണ്, ആൽക്കഹോള് ഫില്ല് ചെയ്തിരിക്കുന്നത്. വെൻ ദ ടെമ്പറേച്ചർ ഫാൾസ്, ഇനി എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ താഴ്ന്നു വരികയാണ്, അല്ലെ, കുറഞ്ഞു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ദ ഇൻഡിക്കേറ്റർ ഈസ് പുഷ്ഡ് അപ്പ് ആസ് ദ ആൽക്കഹോൾ കോൺട്രാക്ട്സ്, അല്ലെ. അപ്പോൾ എന്ത് കുറഞ്ഞു വരികയാണ്, ഈ ടെമ്പറേച്ചർ താഴ്ന്നു വരികയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആൽക്കഹോൾ ആ ലെവലിനെ എന്തല്ലോ അതിനെ എന്ത് ചെയ്യാണ്, പുഷപ്പ്, അല്ലെ, പരമാവധി എന്താണ് പുഷപ്പ് ചെയ്യുന്നു. അതുപോലെ ആര് കോൺട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആര് സങ്കോചിച്ചുകൊണ്ടിരിക്കുന്നു, ആൽക്കഹോൾ സങ്കോചിച്ചുകൊണ്ടിരിക്കുന്നു തന്നല്ലോ. അപ്പോൾ ഏത് ലെവലിൽ നിന്ന് താന്നു വരുന്നു, നമ്മുടെ ഈ മിനിമം ടെമ്പറേച്ചർ ലെവൽ. അപ്പോൾ ആൽക്കഹോളിൻ്റെ ആ പവർ, ആ കോൺട്രാസ്റ്റ്, ആൽക്കഹോൾ എത്രത്തോളം കോൺട്രാസ്റ്റ് ചെയ്യുന്നു തന്നല്ലോ അതനുസരിച്ച് എത്രത്തോളം ഈ ആൽക്കഹോൾ സങ്കോചിക്കുന്നു അതിന് അനുസരിച്ച് ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്തിനെ, മിനിമം ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യും, ഷോ ചെയ്യും. സോ the minimum temperature can be read from the position of the indicator at any time. ഇത് ആൽക്കഹോൾ എത്രത്തോളം കോൺട്രാസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് എന്ത് സംഭവിക്കുകയാണ്, നമ്മളുടെ ഈ മിനിമം ടെമ്പറേച്ചർ അതിൻ്റെ മാക്സിമം ലെവലിലെത്തുന്നു. അതിനുശേഷം പിന്നെ ടെമ്പറേച്ചർ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണ്, കൂടുകയോ കുറയുകയോ ചെയ്താലും ഏത് ലെവൽ തന്നെ അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ലെവലിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില എത്രയാണെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മൾ പഠിച്ചത് മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ്. അതിൻ്റെ ഒരു പടം നമുക്കിവിടെ തന്നിട്ടുണ്ട്, അല്ലേ. എന്താണ് ആ തന്നിരിക്കുന്നത്, പിക്ചർ, ആ യു ഷേപ്പ് ആയിട്ടുള്ള എന്താണ് ആ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. മിനിമം ടെമ്പറേച്ചറാണ് ആദ്യം, മിനിമം തെർമോമീറ്ററാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. മിനിമം തെർമോമീറ്ററിൽ മുകളിൽ എന്താണ് നൽകിയിരിക്കുന്നത്, ആൽക്കഹോളിൻ്റെ ഫില്ലിംഗ് ആണ് തന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് തന്നിരിക്കുന്നത് ഏതാണ്, മാക്സിമം തെർമോമീറ്റർ ആണ്. അതിൽ എന്താണ് താഴെയാണ് എന്ത് തന്നിരിക്കുന്നത്, മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മിനിമം തെർമോമീറ്ററിൻ്റെ മുകളിൽ ആൽക്കഹോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കോൺട്രാസ്റ്റ് ആവുന്നതനുസരിച്ച് ഏത് ടെമ്പറേച്ചർ ഷോ ചെയ്തുകൊണ്ടിരിക്കും, മിനിമം ടെമ്പറേച്ചർ ഷോ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത യു ഷേപ്പിൻ്റെ അടുത്ത സൈഡിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആണ് തന്നെ. അവിടെ എന്താണ് മെർക്കുറിയാണ് അടിയിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് തന്നെയല്ലോ. അതനുസരിച്ച് എൻ്റെ ഹയസ്റ്റ് ലെവൽ എത്രയെന്ന് വെച്ചാൽ അത് പെർമനൻ്റ് ആയിട്ട് ഷോ ചെയ്യുന്നു. അപ്പം നമ്മൾ പഠിച്ചത് മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇത് ഏതാണ്, യു ഷേപ്പിൽ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്ലാസ് ട്യൂബ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ആരാണ്, തെർമോമീറ്ററുകളാണ് എന്ന് പറയുന്നത് മാക്സിമം മിനിമം തെർമോമീറ്ററുകൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, മെർക്കുറിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാക്സിമം തെർമോമീറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ മെർക്കുറി എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലേ. മിനിമം തെർമോമീറ്ററിൽ എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്, ആൽക്കഹോളാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു, അവിടെ കോൺട്രാസ്റ്റ് ചെയ്യുന്നു തന്നെ, ഒന്ന് വികസിക്കുകയാണ് ചെയ്യുന്നത്. മെർക്കുറി വികസിക്കുന്നു, അതനുസരിച്ച് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതേസമയം ഏത് നമ്മുടെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രാസ്റ്റ് ചെയ്യുന്നു, സങ്കോചിക്കുന്നു, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് ടൈമിൽ അതിൻ്റെ പരമാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാകില്ല. ഏത് ടൈമിൽ വേണമെങ്കിലും ആ ഒരു ദിവസത്തെ നമുക്ക് എന്ത് രേഖപ്പെടുത്താൻ കഴിയും, മിനിമം ടെമ്പറേച്ചർ എത്രയാണ്, മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും.
അപ്പോൾ നമുക്കവിടെ ഒരു മാപ്പ് തന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു മാപ്പാണ്. ആ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കുറേ ലൈനുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണത്, ഡിഫറെൻറ്റ് പ്ലേസസിലെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഷോ ചെയ്യുന്ന എന്താണ് ഒരു മാപ്പാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ താപ വിതരണം തന്നെയല്ലോ, അത് എന്താണ് ഷോ ചെയ്യുന്ന ഒരു മാപ്പാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്. അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് എന്ത് ചെയ്യാം, ഓരോരോ പ്ലേസുകളിൽ ഡിഫറെൻറ്റ് പ്ലേസിലെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. വ്യത്യസ്ത സ്ഥലങ്ങളിലെ രേഖപ്പെടുത്തിയ വ്യത്യസ്ത എന്താണ് താപനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്, താപ വിതരണ ഭൂപടം എന്ന് പറയും. അപ്പോൾ നമുക്കൊരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ലൈനുകളുണ്ട് അല്ലെ, സ്മൂത്ത് കർവ്ഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്മൂത്ത് കർവ്ഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ, ഒരേ തരത്തിലുള്ള ഊഷ്മാവുള്ള സ്ഥലങ്ങൾ, ഒരേ തരത്തിൽ ഊഷ്മാവുള്ള ഈക്വൽ ടെമ്പറേച്ചറുള്ള എന്താണ് ഡിഫറെൻറ്റ് പ്ലേസസ് ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, കർവ് വരച്ചിരിക്കുന്നു, സ്മൂത്ത് കർവുകൾ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് തന്നെയല്ലോ. ദിസ് ഈസ് ദ മെത്തേഡ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ മാപ്പ്. അപ്പം ഇങ്ങനെ ഈ സ്മൂത്ത് കർവ്ഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈക്വൽ ടെമ്പറേച്ചറുള്ള ഒരു കൺട്രിയുടെ എന്താണ് ഡിഫറെൻറ്റ് പ്ലേസസിനെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു മാപ്പ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ മെത്തേഡ് എന്താണ്, നമുക്ക് എന്തിനെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് എന്ത് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമാജിനറി ലൈൻസുകളാണ്. ഈ സ്മൂത്ത് കർവുകൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിനറി ലൈനുകളാണ്, സാങ്കല്പിക രേഖകളാണ് തന്നല്ലോ. സോ ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആർ കാൾഡ് ഐസോതേംസ്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ടേം നമ്മൾ പഠിക്കുന്നു അല്ലെ, പുതിയൊരു ക്വസ്റ്റ്യന് ആൻസർ നമ്മൾ പഠിക്കുന്നു. വാട്ട് ഡു യു മീൻ ബൈ ഐസോതേംസ്? ഐസോതേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതേംസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇമാജിനറി ലൈൻസ്, സാങ്കല്പിക രേഖകൾ, കണക്റ്റിംഗ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ തന്നല്ലോ, തുല്യമായ അന്തരീക്ഷ ഊഷ്മാവ് ഉള്ള മേഖലകളെ എന്താണ് പരസ്പരം ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് എന്നൊന്ന് വിളിക്കുന്നത് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ ഐസോതേംസ്? ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ, ഈക്വൽ അറ്റ്മോസ്ഫിയറിക് temperature are called isotherms. The imaginary lines connecting places having equal atmospheric temperature are called isotherms. Isotherms അല്ലെങ്കിൽ സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ തുല്യമായ എന്താണ് അന്തരീക്ഷ ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളെ എന്താണ് ബന്ധിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേരാണ് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപ രേഖകൾ തന്നല്ലോ. അപ്പോൾ നോക്കാം, നമുക്ക് വരച്ചു വെച്ചിരിക്കുന്ന മാപ്പിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ലൈനും ഒരുപോലെയാണോ? ഇല്ല, ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള താപനിലയാണ്, പക്ഷെ സെയിം ടെമ്പറേച്ചറുള്ള പ്ലേസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ജോയിൻ ചെയ്ത് എന്ത് വരച്ചിരിക്കുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ തെർമൽ ഇക്വേറ്റർ അല്ലെങ്കിൽ താപീയ മധ്യരേഖ, തെർമൽ ഇക്വേറ്റർ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ എന്താണ് ഐസോതേം നമ്മൾ വരയ്ക്കുമ്പം സമുദ്രനിരപ്പ് അല്ലേ, ആ സീ ലെവൽ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. സീ ലെവൽ ബേസാണ്. എന്തായാലും ഹെയ്റ്റ് നമ്മൾ എടുക്കുന്നു, ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്താണ് ബേസ് എന്ന് പറയുന്നത് സീ ലെവലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്, ഒരു സീ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സീ ലെവലിന് മുകളിലുള്ള എന്താണ് ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള എന്താണ് അന്തരീക്ഷ താപ നിലയുള്ള എന്താണ് സ്ഥലങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുക. അവിടെ പ്രത്യേകത എന്താണ്, സീ ലെവൽ എല്ലാ സ്ഥലങ്ങളിലും സെയിം ഒറ്റ ലെവലാണ്. നമ്മുടെ സീ ലെവൽ എപ്പോഴും
ബേസ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലായിരിക്കും എല്ലാ സ്ഥലങ്ങളും കണ്ടല്ലോ. അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഐസോതേംസുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് തെർമൽ ഇക്വേറ്റർ, താപീയ മധ്യരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? If isotherms are plotted by connecting the places having the highest temperature on Earth, it will run almost parallel to the equator. Such an imaginary line is called thermal equator. അല്ലെ, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഭൂമധ്യ രേഖയാണ്. അതും എന്താണ്, സാങ്കല്പിക രേഖയാണ് എന്ന് പറയുന്നത്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഭൂമധ്യ രേഖ എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ഒരു സാങ്കല്പിക രേഖയാണ്. അപ്പോൾ നമ്മൾ ഈ ഐസോതേമുകൾ അല്ലേ, എന്താണ്, സമതാപ രേഖകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു മാപ്പിൽ നമ്മൾ എന്താണ് വരയ്ക്കുകയാണെങ്കിൽ ഈ 5 isotherms are plotted by connecting the places having the highest temperature on the earth. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഊഷ്മാവ് ലഭിക്കുന്ന സ്ഥലങ്ങളെ തന്നല്ലോ നമ്മൾ ഒരുമിച്ച് ചേർത്ത് എന്ത് വരയ്ക്കുകയാണ്, ഒരു ലൈനുകൾ നമ്മൾ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഐസോതേമുകൾ അല്ലെങ്കിൽ എന്താണ്, സമതാപ രേഖകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റൺ ആൾമോസ്റ്റ് പാരലൽ ടു ദ ഇക്വേറ്റർ. അത് കൂടുതലും ഏതിനാണ്, ഇക്വേറ്ററിന് പാരലായിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ രേഖകൾ, ഏത് രേഖകൾ, നമ്മൾ ഈ വരയ്ക്കുന്ന എന്താണ്, ഹയസ്റ്റ് ടെമ്പറേച്ചർ, ഹയസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള ആ ഒരു ഏരിയകൾ ചേർത്ത് നമ്മൾ ഐസോതേമുകൾ വരയ്ക്കുകയാണ് എങ്കിൽ ആ ഐസോതേമിൻ്റെ ആ ലൈനുകളുണ്ടല്ലോ, നമ്മൾ വരയ്ക്കുന്ന ആ ലൈനുകൾ, സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിനേക്കാൾ എന്തായിരിക്കും, എബോ ആയിരിക്കും തന്നല്ലോ. അല്ലെങ്കിൽ പാരലായിരിക്കും തന്നല്ലോ. ആ പാരലായിട്ടുള്ള ആ ലൈനുകൾ തന്നല്ലോ, അതിനെ വിളിക്കുന്ന പേര്, ആ ഇമാജിനറി ലൈനുകളെ വിളിക്കുന്ന പേരാണ് തെർമൽ ഇക്വേറ്റർ, അല്ലെങ്കിൽ എന്താണ്, താപീയ മധ്യരേഖ തന്നല്ലോ. ഒരിക്കൽ കൂടെ പറയാം, തെർമൽ ഇക്വേറ്റർ. വാട്ട് ഡു യു മീൻ ബൈ തെർമൽ ഇക്വേറ്റർ? താപീയ മധ്യരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം, ഐസോതേമുകൾ വരയ്ക്കുന്നു. എവിടെയുള്ള ഐസോതേമുകളാണ് വരയ്ക്കുന്നത്? എർത്തിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്, എന്താണ്, ഐസോതേമുകൾ അല്ലെങ്കിൽ സമതാപരേഖകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ രേഖകൾ ആൾമോസ്റ്റ് ഏതിന് പാരലായിരിക്കും, ഇക്വേറ്ററിന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് എന്തെങ്കിലും സമാന്തരമായിട്ടായിരിക്കും അത് നമുക്ക് വരച്ചെടുക്കാൻ കഴിയുക. എങ്കിൽ അങ്ങനെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് തെർമൽ ഇക്വേറ്ററുകൾ അല്ലെങ്കിൽ താപീയ മധ്യരേഖ എന്ന് വിളിക്കുന്നത്. If isotherms are plotted by connecting the places having the highest temperature on Earth, it will run almost parallel to the equator. Such an imaginary line is called a thermal equator. അതുപോലെ ഓക്കെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം, ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി ടൈം പോലും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു ഡൗട്ടും ഉണ്ടാകാത്ത രീതിയിൽ വേണം മുന്നോട്ട് പോകാറുള്ളത്. അടുത്ത നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മുടെ താപ വിതരണത്തിനെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, താപ വിതരണത്തിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. താപ വിതരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്ഷാംശ സ്ഥാനം തന്നല്ലോ. അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം, ഇത് ഏത് അക്ഷാംശത്തിലും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിലും ലോങ്റ്റിറ്റ്യൂഡിലുമാണ് നമ്മുടെ ഒരു ഏരിയ, എർത്തിൻ്റെ ഗ്ലോബ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ഏത് ലോങ്റ്റിറ്റ്യൂഡിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ രാജ്യം ഏത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതനുസരിച്ചുള്ള. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? താപ വിതരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ്, ഒന്നാമത്തെ ഘടകമാണ് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷാംശ സ്ഥാനം. സോ ദ സൺലൈറ്റ് ഈസ് മോസ്റ്റ് ഇൻറ്റൻസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ അല്ലേ? ഉഷ്ണമേഖല നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? വളരെയേറെ കാഠിന്യമേറിയതാണ്, അല്ലെങ്കിൽ വളരെയധികം തീഷ്ണമേറിയതാണ്
ആരെന്ന് പറയുന്നത്? സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത് തന്നല്ലോ. The region receives more energy as the sun's rays are almost vertical. എന്തുകൊണ്ട് ആ മേഖല ഇത്രയും തീക്ഷ്ണമായ സൂര്യപ്രകാശം ഏൽക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ആ റീജിയൻ എന്ന് പറയുന്നത് ഇത്രയും കൂടുതൽ ഊർജം ലഭിക്കുന്നത് സൂര്യരശ്മികൾ ഏകദേശം എന്താണ് ലംബമായി പതിക്കുന്ന ഏരിയയാണ്, വെർട്ടിക്കലായിട്ട് സൺറൈസ് കിട്ടുന്ന ഏരിയയാണ് ഏതെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ. ഇപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ്റെ പ്രത്യേകത എന്താണ്? സൺറൈസ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് വെർട്ടിക്കലായിട്ടുള്ള ഏരിയയാണ്, റീജിയനാണ് എന്ന് പറയുന്നത് ഈ tropical region എന്ന് പറയുന്നത്. So the angle of incidence of sun's rays becomes more inclined on approaching poles. അപ്പോൾ ഇനി ട്രോപ്പിക്കൽ റീജിയനിൽ നമുക്ക് എങ്ങോട്ട് പോകാം? നോർത്ത് പോളിലും സൗത്ത് പോളിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതനകോൺ എന്ന് പറയുന്നത്, ആരുടെ പതനകോൺ എന്ന് പറയുന്നത്? സൂര്യരശ്മി എന്താണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺ നമ്മൾ നോക്കുകയാണ്, അത് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ നമ്മൾ എന്ത് ചെയ്യാണ്? പരിഗണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മോർ ഇൻക്ലൈൻഡ് ഓൺ അപ്രോച്ചിങ് ദ പോൾസ് അല്ലേ, പോൾസിലോട്ട് വരുന്തോറും അതിൻ്റെ ചരിവ് ഇൻക്ലൈനിങ് തന്നല്ല, അതിൻ്റെ ചരിവെന്ന് പറയുന്നത് കൂടിയാണ് വരുന്നത് തന്നല്ലോ. So there occurs more energy loss as the sun's rays have to travel more through the atmosphere owing to the inclination. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുകയാണ്? ഈ പോളുകളിലോട്ട്, നോർത്ത് പോളായാലും ശരി തന്നെ സൗത്ത് പോളായാലും ശരി തന്നെ, ഈ പോളുകളിലോട്ട് സൺറൈസ് എന്താണ് പോവുകയാണെങ്കിൽ അതിന് മോർ എനർജി ലോസ്, കൂടുതൽ എന്താണ് ഊർജ നഷ്ടം സംഭവിക്കുകയും തന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഒരുപാട് എന്താണ് ചരിവ് സംഭവിക്കുകയും ഈ ചരിവ് സംഭവിക്കുന്നതനുസരിച്ച് അതിനുള്ള ആ ഒരു പവർ, ആ എനർജി എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ ഒഴിച്ച് ബാക്കി പോൾ റീജിയൻസിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇൻക്ലൈൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് കൂടുതലാവുകയും അവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ് വളരെ ഷോർട്ടായിട്ട് കുറവായിരിക്കും ചെയ്യുന്നത്. ഏതിനെ അപേക്ഷിച്ച്? നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇവിടെ എർത്തിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. അതിൽ സൺറൈസ് എങ്ങനെയാണ് വരുന്നത് അല്ലേ. ആ ട്രോപ്പിക്കൽ റീജിയൻ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ നിയറസ്റ്റ് ആയിട്ടാണ് ആ ട്രോപ്പിക്കൽ റീജിയൻസിൽ സൺറൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം എന്താണ് സൗത്ത് പോളിലോട്ടും നോർത്ത് പോളിലോട്ടും നോക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ് നോക്കുക, ലെങ്തി ഡിസ്റ്റൻസ് ആണ് അല്ലേ തന്നല്ലോ. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്? ട്രോപ്പിക്കൽ റീജിയൻ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇക്വേറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ആ റീജിയനിൽ എന്താണ് വളരെ അടുത്ത് വരുന്നുണ്ട്, സൺറൈസ് വരുന്നുണ്ട്. അതേസമയം മുകളിൽ ആ നോർത്ത് പോൾ 90 ഡിഗ്രി, സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടേക്ക് എന്താണ് ലെങ്തി ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ സൺറൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് സൺലൈറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫ്രിജിഡ് സോൺ അല്ലേ. അപ്പോൾ ഈ ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ മിതോഷ്ണ മേഖല അല്ലേ, കൂടുതൽ തണുപ്പില്ല കൂടുതൽ ചൂടുമില്ലാത്ത മേഖല, അതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ടെമ്പറേറ്റ് സോൺ. അത് ഫ്രിജിഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിശൈത്യ മേഖലകളാണ് അല്ലേ, അതിശൈത്യ മേഖലകൾ. അപ്പോൾ ഈ അതിശൈത്യ മേഖലകളിലും മിതോഷ്ണ മേഖലകളിലും എങ്ങനെയാണ് ഈ സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ? ഈ ടെമ്പറേറ്റ് സോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് പോളിൽ നമുക്ക് പോയി നോക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറും അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് ഇക്വേറ്ററിൻ്റെ മുകളിലുള്ള ഏതൊക്കെയാണ് അവിടെ ഉള്ളത്? ആർട്ടിക് സർക്കിളുണ്ട്, അതുപോലെ തന്നെ എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിൽ ആരൊക്കെ വരുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ 23.5% അത് വരുന്നുണ്ട്. പിന്നെ ഏതാണ്? അന്റാർട്ടിക് സർക്കിളും വരുന്നുണ്ട് തന്നല്ലോ. ഈ 4 ഏരിയകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കൽ സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത്, അതുപോലെ തന്നെ എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, അതുപോലെ തന്നെ അത് ഏത് ഹെമിസ്ഫിയറിലാണ് വരുന്നത്? നോർത്ത് പോളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സൗത്ത് ഹെമിസ്ഫിയറിൽ വരുന്ന ഏതൊക്കെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിൾ ഏതാണ്? 66.5 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഏത് സോണാണ്? ടെമ്പറേറ്റ് സോണുകളാണ് അല്ലേ. എന്തുകൊണ്ട് ടെമ്പറേറ്റ് സോണുകളായിട്ട്?
കൂടുതലും എന്ത് വരുന്നില്ല, സൺലൈറ്റ് കൂടുതലും ഡയറക്റ്റ് അവിടെ വരുന്നില്ല. ഒരു മീഡിയം റേഞ്ച് ഓഫ് സൺലൈറ്റ് ആണ് ഈ രണ്ട് റീജിയൻ. ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞാൽ ഈ 4 റീജിയൻസ് തന്നെയല്ലോ, നോർത്തിലെ രണ്ടും അതുപോലെ സൗത്തിലെ ഈ 2 ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത്, വളരെ ഡയറക്റ്റായിട്ട് ട്രോപ്പിക്കലിൽ വരുന്ന പോലെ ഇവിടെ വരുന്നില്ല, സൺലൈറ്റ് ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് നോക്കാം, ആ നോർത്ത് പോള് 90 ഡിഗ്രി നോർത്തിനും അതുപോലെ തന്നെ ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്തിനും ഇടയിൽ വരുന്ന ഏരിയ. അതുപോലെ തന്നെ സൗത്ത് ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ സൗത്ത് പോളിൽ നമ്മൾ വരികയാണെങ്കിൽ അന്റാർട്ടിക് സർക്കിളിനും അതുപോലെ തന്നെ സൗത്ത് പോളിനും ഇടയിൽ വരുന്ന ആ ഏരിയ. ആ 2 ഏരിയ, നോർത്തിലെ ആ ഒരു ഫസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ സൗത്തിൽ വരുന്ന ആ സെക്കൻഡ് ഏരിയയും എന്താണ്, ഫ്രിജിഡ് സോണുകളാണ്, അതിശൈത്യ മേഖലകളാണ്. എന്തുകൊണ്ട്? ഈ ഏരിയയിൽ സൺലൈറ്റ് എന്താണ്, എൻ്റെ ഇൻക്ലൈൻ എന്ന് പറയുന്നത്, ചരിവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സൺലൈറ്റ് എത്താനായിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നു, അതിന് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു, സൺലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത്രത്തോളം എന്താണ് അവിടെ എനർജി അല്ലെങ്കിൽ സൺ റേസിൻ്റെ ആ പവർ എന്ന് പറയുന്നത് കുറവാണ് തന്നെയല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്, അതിൽ സൺറൈസിന് അവിടെ എത്താനായിട്ട് സമയം എടുക്കുന്നു. അതനുസരിച്ച് ആ ഏരിയകൾ രണ്ടും എന്തായിട്ട് മാറുന്നു, ഫ്രിജിഡ് സോൺ അല്ലെങ്കിൽ കോൾഡഡ് ആയിട്ടുള്ള ഏരിയകളായിട്ട് മാറുന്നു തന്നെയല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ഈ സൺലൈറ്റ് എങ്ങനെയാണ് ഫ്രിജിഡ് സോണിലും ടെമ്പറേറ്റ് സോണിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഏതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് പറഞ്ഞത്, ആ തന്നിരിക്കുന്ന പിക്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് തന്നല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹെയ്റ്റാണ്. ഹെയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഉയരമാണ് തന്നല്ലോ. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ decreases at the rate of 1 degree Celsius per 165 meter of altitude. ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള എന്താണ്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ലാപ്സ് റേറ്റ്, അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് നോർമൽ ലാപ്സ്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്? സാധാരണ കാലഹരണപ്പെടൽ നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ ഡിക്ലൈൻ അല്ലേ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 degree Celsius per 160 meter of altitude. This process is called നോർമൽ ലാപ്സ് റേറ്റ് തന്നല്ലോ. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ സാധാരണ കാലഹരണപ്പെടൽ നിരക്ക്. ഓരോ 165 മീറ്റർ ആറ്റിറ്റ്യൂഡിലും സമുദ്രനിരപ്പിൽ നിന്നാണ്, എപ്പോഴും പറയുന്നുണ്ട് സീ ലെവലിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും ഓരോ ഡിഗ്രി സെൽഷ്യസ് തണുപ്പ് എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ തണുപ്പ് കൂടും എപ്പോഴും ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും. ഏതിൽ നിന്ന്? സമുദ്രനിരപ്പിലാണ്. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. The temperature is comparatively low at places situated much above the sea level. സീ ലെവലിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി ലോ അറ്റ് പ്ലേസസ് സിറ്റുവേറ്റഡ് മച്ച് അബവ് ദ സീ ലെവൽ. അങ്ങനെയാണ് നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു ഫിഗർ തന്നിട്ടുള്ളൂ. എ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ്റെ മുകളിലുള്ള ഒരു പോയിന്റാണ് തന്നെ എ അല്ലേ. അതിൽ ആറ്റിറ്റ്യൂഡ് ഇൻ മീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 500 മീറ്റർ, 1000 മീറ്റർ, 1500 മീറ്റർ, 1650 മീറ്റർ. നമുക്കറിയാം നോർമൽ ലാപ്സ് റേറ്റ് നമുക്കറിയാം. നോർമൽ ലാപ്സ് റേറ്റ് എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ എന്ന് പറയുന്ന നോർമൽ ലാപ്സ് റേറ്റ് നമുക്കറിയാം തന്നല്ലോ. അപ്പോൾ നോർമൽ ലാപ്സ് റേറ്റ് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ അറ്റ് ദ പ്ലേസ് മാർക്ക്ഡ് എ ഇൻ ദ ഡയഗ്രാം ഷോൺ അസ്യൂമിങ് ദ സീ ലെവൽ ടെമ്പറേച്ചർ ഇസ് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ സീ ലെവൽ എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് ആ സീ ലെവൽ എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ആ സീ ലെവലിനേക്കാൾ എബോവ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആറ്റിറ്റ്യൂഡ് നമ്മൾ അല്ലെങ്കിൽ ഉയരം, ഹെയ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. എവിടെയാണ്? ഈ ലാൻഡ് ഏരിയകളെ സംബന്ധിച്ചോളം തന്നല്ലോ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഏതിൻ്റെ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട്? ആ പിക്ചർ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതിൻ്റെ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന സീ ലെവൽ ടെമ്പറേച്ചർ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം, നമുക്ക് കണക്കാക്കാം. സീ ലെവൽ ടെമ്പറേച്ചർ ഈക്വൽ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് എ അല്ലേ, ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹെയ്റ്റ് ഓഫ് ദ പോയിന്റ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1650 മീറ്റർ ആണ്. 1650 മീറ്റർ ആണ് ആരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഹെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ സീ ലെവൽ കിട്ടി, ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പോയിന്റ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1650 മീറ്റർ ആണ് തന്നല്ലോ. നമുക്കറിയാം നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ ആണ്. എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു, ഏലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, 1650 നിന്ന് മാറ്റുകയാണ്. അപ്പോൾ 165നെ 1050 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എങ്കിൽ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യണം? ആ 1 ഡിഗ്രി സെൽഷ്യസിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 10, 165 ഇൻറ്റു 10 തന്നല്ലോ. ഓക്കെ, അത് എന്നിങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്നു. 1 ഡിഗ്രി സെൽഷ്യസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? 10 ഡിഗ്രി സെൽഷ്യസ് പെർ 165നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? 1650 മീറ്റർ ആയിട്ട് മാറി. സോ വാട്ട് ഈസ് ദ ഫിഗർ നൗ? 10 degree Celsius per 1650 meter. So now we can identify അല്ലേ. ഇപ്പോൾ 1650 മീറ്ററിൽ ടെമ്പറേച്ചർ എത്രയാണ്? 10 ഡിഗ്രിയാണ്. പക്ഷേ നമ്മൾ ഏതുകൂടെ കൺസിഡർ ചെയ്യണം? സീ ലെവൽ കൺസിഡർ ചെയ്യണ്ടേ? സീ ലെവലൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള ടെമ്പറേച്ചർ ആയിരിക്കും എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻ ദ പോയിന്റ് എ എന്ന് പറയുന്നത് സീ ലെവൽ ടെമ്പറേച്ചർ മൈനസ് ദ ടെമ്പറേച്ചർ വി ആൾറെഡി ഫൈൻഡ് ഇറ്റ് ഔട്ട് തന്നെയല്ലോ. എന്ന് പറഞ്ഞാൽ സീ ലെവൽ ടെമ്പറേച്ചർ എത്രയാണ്? 30 ഡിഗ്രി അല്ലേ. ആ 30 ഡിഗ്രി മൈനസ് ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 10 ഡിഗ്രി അല്ലേ. ഇപ്പം 30 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 10 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മീൻസ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ എ എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ഇൻ പ്ലേസസ്, ദാറ്റ് മീൻസ് ഇൻ ദ above sea level, example Idukki, Wayanad, so what it is, Ooty, Kodaikanal, ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ is lower than that of neighboring districts. എറണാകുളം, so the temperature experienced in places like Idukki and Wayanad is lower than that of the neighboring districts Ernakulam and Kozhikode respectively. Why? അല്ലേ. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഇടുക്കി, അതുപോലെ തന്നെ വയനാട് എന്നിവിടങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന എന്താണ് ഊഷ്മാവെന്ന് പറയുന്നത് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് കുറവാണ്. ഏത് നമ്മൾ വെച്ച് പരിഗണിക്കുകയാണെങ്കിൽ എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളുമായിട്ട് നമ്മൾ നോക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു സീ ലെവൽ ആവറേജ് നമ്മൾ എത്രയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സീ ലെവലിനേക്കാൾ എത്രത്തോളം ഓരോരോ ഹൈറ്റ് നമ്മൾ കൂടുന്തോറും ആ നോർമൽ ലാപ്സ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീ ലെവലിനേക്കാൾ ഹൈറ്റ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഫാളിൻ ആവും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇടുക്കി ആയാലും ശരി തന്നെ, വയനാടായാലും ശരി തന്നെ, അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഹെയ്റ്റ് എന്ന് പറയുന്നെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഉയരമെന്ന് പറയുന്നത് ഏതിനെ സംബന്ധിച്ചിടത്തോളം, ഏത് രണ്ട് ജില്ലകളെ എറണാകുളവും കോഴിക്കോടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൂടുതലാണ്. സോ these Idukki and Wayanad are situated in higher altitude comparing to Ernakulam and Kozhikode. കോഴിക്കോടിനെയും എറണാകുളം തുടങ്ങിയ ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഉയർന്ന ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഉയരത്തിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയും അതുപോലെ തന്നെ വയനാട്. അപ്പോൾ അവിടെ എന്ത് ആപ്ലിക്കബിൾ ആണ്? നോർമൽ ലാപ്സ് റേറ്റ് അല്ലേ, സാധാരണ കാലഹരണപ്പെടൽ ആപ്ലിക്കബിൾ ആണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഉയരം കൂടുന്തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? അവിടുത്തെ
ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഊഷ്മാവ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇടുക്കി, വയനാട് അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്താണ് ലോ ടെമ്പറേച്ചറും അതിനേക്കാൾ താഴെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഹൈ ടെമ്പറേച്ചറും അനുഭവപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ പറഞ്ഞത്, ഏതായിരുന്നു, ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. ഇനി അടുത്ത ഏതാണ്, നിയർനെസ് ഓഫ് ഓഷൻ. അതെ, ഓഷൻ എന്ന് പറയുന്നത് മഹാസമുദ്രങ്ങളുടെ നിയർനെസ് അല്ലെങ്കിൽ സാമീപ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടേബിൾ നമുക്ക് തന്നിരിക്കുകയാണ്. സിറ്റി ഉണ്ട്, പിന്നെ എന്താണ് തന്നിരിക്കുന്നത്, മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, പിന്നെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ താനല്ലോ. ആ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം താനല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രമുണ്ട്, ബാംഗ്ലൂരു ഉണ്ട്, ഡൽഹി ഉണ്ട്, ഗോവയുണ്ട്. അവിടെ മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, റേഞ്ച് ഓഫ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഏതാണ്, ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ്. ഈ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, മാക്സിമം മൈനസ് മിനിമം ആണ് എന്ന് പറയുന്നത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിലെ എന്താണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിച്ചൂടെ, 33 ഡിഗ്രി മൈനസ് 28 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അതാണ് ആ തന്നിരിക്കുന്ന ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 5 ഡിഗ്രി. അതുപോലെ ബാംഗ്ലൂരു 35 ഡിഗ്രി സെൽഷ്യസ് മൈനസ് എത്രയാണ്, 23 ഡിഗ്രി സെൽഷ്യസ്. അതാണ് തന്നിരിക്കുന്നത്, ഏതാണ്, 12 ഡിഗ്രി സെൽഷ്യസ് തന്നല്ലോ. അതുപോലെ ഡൽഹി മാക്സിമം എത്രയാണ്, 38 ഡിഗ്രി സെൽഷ്യസ്, മിനിമം എത്രയാണ്, 21 ഡിഗ്രി സെൽഷ്യസ്. 38 മൈനസ് 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ കിട്ടിയിരിക്കുന്ന ആൻസർ. എത്രയാണ്, 17 ഡിഗ്രി സെൽഷ്യസ്. അത് ഗോവ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 33 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം, മിനിമം എത്രയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് ഡിഫറൻസ് അല്ലേ, 33 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 27 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 60 ഡിഗ്രി സെൽഷ്യസ്. അപ്പം അതിൻ്റെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നോക്കുക, ട്രിവാൻഡ്രം എത്ര കിട്ടി, മാക്സിമം മൈനസ് മിനിമം 5 ഡിഗ്രി, ബാംഗ്ലൂരു മാക്സിമം മൈനസ് മിനിമം എത്ര കിട്ടി, 12 ഡിഗ്രി, ഡൽഹി 38 മൈനസ് 21 17 ഡിഗ്രി, അതുപോലെ തന്നെ ഗോവ 33 മൈനസ് 27 എത്ര കിട്ടി, 6 ഡിഗ്രി സെൽഷ്യസ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടി. വേണമെങ്കിൽ നമുക്ക് അതിൽ എന്തെടുക്കാം, ഡെയിലി മീൻ ടെമ്പറേച്ചറും കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഡെയിലി മീൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 33 പ്ലസ് 28 അല്ലേ. 33 പ്ലസ് 28 എത്ര കിട്ടി, 61 കിട്ടി. 61/2 എത്ര കിട്ടി, 30.5 ഡിഗ്രി. എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്, മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാണ്, 2 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ 33 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 61/2 എന്ന് പറഞ്ഞാൽ 30.5 ഡിഗ്രി. അടുത്തത് ബാംഗ്ലൂർ നോക്കാം, 35 പ്ലസ് 23 58 ഡിവൈഡഡ് ബൈ 2 29 ഡിഗ്രി. അടുത്ത ഡൽഹി നോക്കാം, 38 അതുപോലെ തന്നെ 21 38 പ്ലസ് 21 എത്രയായി, 59/2 എത്രയായി, 29.5 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ഗോവ നമുക്ക് നോക്കാം, 33 പ്ലസ് 27 അല്ലേ, എത്ര കിട്ടി, 60 കിട്ടി. 60 ഡിവൈഡഡ് ബൈ 2 എത്രയായി, 30 ഡിഗ്രി. അപ്പോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം 5 ഡിഗ്രി സെൽഷ്യസ്, ബാംഗ്ലൂരു 12 ഡിഗ്രി സെൽഷ്യസ്, ഡൽഹി 17 ഡിഗ്രി സെൽഷ്യസ്, ഗോവ 6 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയാണ്, ട്രിവാൻഡ്രം 30.5 ഡിഗ്രി, അതുപോലെ തന്നെ ബാംഗ്ലൂരു 29 ഡിഗ്രി, അതുപോലെ തന്നെ ഡൽഹി 29.5 ഡിഗ്രി, അതുപോലെ തന്നെ ഗോവ 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഈസ് വെരി ഹൈ ഫോർ ഡൽഹി ആൻഡ് ബാംഗ്ലൂരു അല്ലേ. ഇപ്പോൾ നോക്കാം, ഏറ്റവും കൂടുതൽ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ താപാന്തരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ്, 12 ഡിഗ്രി സെൽഷ്യസ് വരുന്ന ബാംഗ്ലൂരിലും അതുപോലെ തന്നെ 17 ഡിഗ്രി സെൽഷ്യസ് വരുന്ന എവിടെയും ഡൽഹിയിലുമാണ് അല്ലേ. എന്തുകൊണ്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ലോ ആയി മാറി, അതിന് റീസൺ ഉണ്ട് അല്ലേ. വാട്ട് ഡു യു മീൻ, എന്താണ് അതിൻ്റെ റീസൺ? ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് that the range of temperature will be high at places away from the sea and vice versa. അപ്പോൾ ഈ എന്താണ് ഡൈനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും ഏത് സ്ഥലങ്ങളിലാണ്, സീയിൽ നിന്ന് വളരെയധികം ദൂരോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ.
സമുദ്രത്തിൽ നിന്ന് വളരെ ഉൾസ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ സമുദ്രത്തിന് അടുത്തല്ലാത്ത മറ്റ് മേഖലയിൽ, സമുദ്രത്തിൽ നിന്ന് ഉള്ളിലോട്ടുള്ള മേഖലകളിൽ എന്തായിരിക്കും, ലാൻഡ് ഏരിയകളിൽ ചൂട് കൂടുതലായിരിക്കും. സമുദ്രത്തിന് അടുത്ത് വരുന്ന ലാൻഡ് ഏരിയകളിൽ എന്തായിരിക്കും, ചൂട് കുറവായിരിക്കും തന്നല്ലോ. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് കാസസ് വിൻഡ് ടു ബ്ലോ ഫ്രം സീ ടു ലാൻഡ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് കാസസ് വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. അല്ലേ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദിസ് ഈസ് ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ ഹീറ്റിംഗ് ഓഫ് ദ ലാൻഡ്, ഒരു ഭൂപ്രദേശം ചൂടാകുന്നത് അതിന് എന്ത് കാരണമാകുന്നു? വിൻഡ് കാരണമാകുന്നു, അല്ലെങ്കിൽ കാറ്റ് കാരണമാകുന്നു. എവിടെ നിന്ന്? ബ്ലോ ഫ്രം സീ ടു ലാൻഡ്, അല്ലെ, കടലിൽ നിന്ന് ഏതിലേക്ക് വരുന്ന, കരയിലേക്ക് വരുന്ന കാറ്റുകൾ. ആ കരയിൽ എന്താണ് ഈ കാറ്റുകൾ, അല്ലെ, വിൻഡ് ബ്ലോ ഫ്രം സീ ടു ലാൻഡ്, കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സീ ബ്രീസ്, അല്ലെ, സീ ബ്രീസ് അല്ലെങ്കിൽ കടൽക്കാറ്റുകൾ, അല്ലെ. അപ്പോൾ എന്താണ് ഈ കടൽക്കാറ്റ് എവിടെ നിന്ന് എവിടേക്ക് വീശുന്ന വിൻഡ് ബ്ലോ ഫ്രം സീ ടു ലാൻഡ്, അതെന്ത് ചെയ്യുന്നു? കരയെ ചൂടാക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് കാസസ് വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ, അല്ലേ, ലാൻഡിൽ നിന്ന് സീയിലേക്ക് കാറ്റ് പോവുകയാണെങ്കിൽ അത് എന്തിനെ തണുപ്പിക്കുന്നു? ആ കരഭാഗത്തിനെ തണുപ്പിക്കുന്നു. അപ്പോൾ ആ വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഈ രണ്ട് ഏതൊക്കെയാണ്? ഈ സീ ബ്രീസും അതുപോലെ തന്നെ ഏതാണ് ലാൻഡ് ബ്രീസും ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഏരിയ എന്താണ് തണുപ്പുള്ള മേഖലയായിട്ട് അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഒരു ക്ലൈമറ്റ് ഫേസ് ചെയ്യുന്ന ഒരു രീതിയിൽ സീയുടെ എന്താണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയകൾ മാറുന്നത്. മറ്റൊന്നും ഈ കാറ്റിങ്ങനെ വന്ന് തിരിച്ചു പോകുന്നതിന് ഒരുപാട് സമയമെടുക്കും. പക്ഷേ സീയുടെ അടുത്തുള്ളതാണെങ്കിൽ എന്താണ്, കരയിൽ നിന്ന് കാറ്റ് കടലിലോട്ടും കടലിൽ നിന്നുള്ള കാറ്റ് കരയിലോട്ടും വന്ന് ആ ഒരു നിയറസ്റ്റ് ഓഷന് നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്യും, വളരെ നല്ലൊരു ടെമ്പറേച്ചർ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നല്ലോ. അപ്പോൾ സമുദ്ര സാമീപ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയറസ്റ്റ് ഓഫ് ഓഷൻ എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നു? താപനില കുറയ്ക്കുന്നതിനും സമുദ്രത്തിന് സമീപമുള്ള മേഖലകളിലെ താപനില കുറയ്ക്കുന്നതിനും സമുദ്രത്തിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലുള്ള താപനില കൂടുന്നതിനും കാരണമാകുന്നു. അപ്പോൾ കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും അതുപോലെ തന്നെ കര തണുക്കുമ്പോൾ എന്താണ് തിരിച്ചും വായുവിൻ്റെ എന്താണ് പ്രവാഹം ഉണ്ടാകുന്നു. അത് കാരണം സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരള, അല്ലേ, കേരളയ്ക്ക് എന്താണ് ഒരു ജനറലി കേരള എക്സ്പീരിയൻസ് എ മോഡറേറ്റ് ടെമ്പറേച്ചർ, ഒരു എന്താണ് ആനുപാതികമായ ഊഷ്മാവ് മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു താപനില മാത്രമാണ് കേരളത്തിലുണ്ടാകുന്നത്. രണ്ട് ഫീച്ചറുകളാണ് കേരളത്തിനുള്ളത്. എന്തൊക്കെയുണ്ട്? കേരള ഹാസ് ഹില്ലി റീജിയൻസ്, അല്ലേ, ഹില്ലി റീജിയൻസ് കുറേ ഉണ്ട്. അപ്പോൾ അത് അവിടെ എന്താണ് നമുക്ക് അവിടെ ഫേസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് അവിടെ വരും ഹില്ലി റീജിയൻസിൽ, അല്ലേ. അപ്പോൾ അവിടെ വേറൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും അവിടെ കേരളത്തിൽ കിട്ടുന്നത്. പിന്നെ ഏതുണ്ട്? നമ്മൾ പറഞ്ഞ നിയർനെസ് ടു സീ ആണ്, അല്ലേ, നിയർനെസ് ടു ഓഷനാണ് എന്ന് പറയുന്നത് കേരളം. അപ്പോൾ ആ രീതിയിലുള്ള എന്താണ് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറും ആർക്ക് അനുഭവപ്പെടും? കേരളത്തിന് അനുഭവം. അപ്പോൾ രണ്ട് റീസൺസും. എന്തുകൊണ്ടാണ് കേരളത്തിൽ എന്താണ് മോഡറേറ്റ് ടെമ്പറേച്ചർ അനുഭവപ്പെടാൻ കാരണം? കേരളത്തിൽ എന്തുണ്ട്? ഇൻ കേരള ദർ ആർ ഹില്ലി റീജിയൻസ്, അല്ലേ, ദേ എക്സ്പീരിയൻസ് എ കോൾഡ് environment അല്ലെങ്കിൽ ക്ലൈമറ്റ്. മോറോവർ ദർ ഈസ് നിയറസ്റ്റ് എന്താണ് ഓഷൻ. കേരള ഈസ് ആൾമോസ്റ്റ് ആൾ ദ റീജിയൻസ് ആർ നിയറസ്റ്റ് ടു ഓഷൻ. സോ ദാറ്റ് there should be moderate temperature feeling to കേരള. നെക്സ്റ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? വിൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ന്യൂസ് കട്ടിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹോട്ട് വിൻഡ് ഇൻ ഡൽഹി, മിനി സബ് ബേൺ, പാലക്കാട് ബേൺസ്, ഹോട്ട് വിൻഡ് ഫ്രം തമിഴ്നാടു, കോൾഡ് വിൻഡ്, സ്നോഫോൾ ഇൻ ദി വാലി, ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്, അല്ലേ, ഒരുപാട് ന്യൂസ് കട്ടിങ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ വാം ആൻഡ് കോൾഡ് വിൻസ് ക്യാൻ റെസ്പെക്റ്റീവ്ലി റൈസ് ഓർ ലോവർ ദ ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേസസ് ത്രൂ വിച്ച് ദേ പാസ്. അപ്പോൾ ഏത് വഴിയാണോ ഈ കാറ്റുകൾ കടന്നു പോകുന്നത്, ആ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ താപനില ഉയർത്താനും താഴ്ത്താനും ആർക്ക് കഴിയും? വിൻഡിന് കഴിയും, അല്ലെങ്കിൽ കാറ്റുകൾക്ക് കഴിയും. ദ ടെമ്പറേച്ചർ ഓഫ് പ്ലേസ് വേരി ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് ലാറ്റിറ്റ്യൂഡൽ ലൊക്കേഷൻ, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, നിയർനെസ് ടു സീ, വിൻഡ്സ് എക്സെട്ര. അപ്പോൾ ഒരു പ്രദേശത്തെ എന്താണ് അന്തരീക്ഷ ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ താപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന് ആനുപാതികമായിട്ടാണ്? അതിൻ്റെ അക്ഷാംശ സ്ഥാനം, പിന്നെ അതിൻ്റെ ഉയരം, ആ സ്ഥലത്തിൻ്റെ ഉയരം, അത്
സമുദ്രത്തിൻ്റെ സാമീപ്യം, അവിടെ വീശുന്ന കാറ്റുകൾ, ഇവയെല്ലാം ഇതിന് കാരണമാവും. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് വിൻസ് ഇൻ റെഗുലേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് എ റീജിയൻ ആൻഡ് വാട്ട് ആർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വിൻസ് ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടെമ്പറേച്ചർ. ഒരു സ്ഥലത്തെ എന്താണ് ടെമ്പറേച്ചറിനെ, ഊഷ്മാവിനെ കാറ്റുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലേ? എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് അവിടെ? വിൻസ് ഇൻഫ്ലുവൻസ് ദ ടെമ്പറേച്ചർ ഓഫ് പ്ലേസസ്, അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്തെ എന്താണ് താപനിലയെ കാറ്റുകൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വിച്ച് ദേ ബ്ലോ, അല്ലേ? അവ എങ്ങനെ അവിടെ വീശുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാം വിൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? വാം വിൻസ് റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി പ്ലേസസ് ത്രൂ വിച്ച് ദേ പാസ്, അല്ലേ? അപ്പോൾ വാം വിൻഡാണ്, ഉഷ്ണക്കാറ്റാണ് വീശുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അത് കടന്നു പോകുന്ന മേഖലയിലെ ഊഷ്മാവ് കൂട്ടും, അല്ലേ? അതുപോലെ തന്നെ ഇനി ഏതാണ് കടന്നു പോകുന്നത്? കോൾഡ് വിൻഡാണ് കടന്നു പോകണമെങ്കിലോ ദാറ്റ് റെഡ്യൂസ് ദ ടെമ്പറേച്ചർ വിച്ച് ദേ പാസ്, അല്ലേ? ആ പ്ലേസിൽ ഏതാണ് കടന്നു പോകുന്നത്, ആ സ്ഥലത്തിലെ താപനില അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പ്ലേസ് ദാറ്റ് റെഗുലേറ്റിംഗ് ദ ടെമ്പറേച്ചർ. ആ ഒരു പ്രത്യേക സ്ഥലത്തെ എന്താണ് ഊഷ്മാവിനെ അല്ലെങ്കിൽ താപത്തിനെ അത് നിയന്ത്രിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ മീനിങ് പറഞ്ഞാണ് പോകുന്നത്. പിന്നെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ നിങ്ങൾ കാണണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറുമായിട്ടാണ് വരുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.